പക്ഷേ ഈ ക്ഷേത്രത്തിൽ കയറാൻ പ്രത്യേകിച്ച് പടിയില്ല, പാറയെ കൂടെ തന്നെ. നേരത്തെ മറ്റൊരു സ്പോട്ടാണ് തിരിച്ചിട്ട പാറ. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഉണ്ട്. കാരണം വെച്ചാൽ ഇതുവരെയും മാറ്റിയിട്ടില്ല. പിന്നെ അത്യാവശ്യം റിസ്ക് എടുത്ത് നടന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. വലിയ തിരിച്ചിട്ട പാറയിൽ വരാമെന്ന് വെച്ച് വന്നതാണ്. ഈ വഴി വന്നപ്പോൾ ഇവിടെ വഴിയൊന്നും കാണുന്നില്ല. പിന്നീട് താഴെ നിന്നുള്ള ആൾക്കാർ പറഞ്ഞത് ഇതിലെ നടന്ന് മുകളിലോട്ട് കയറിയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ നല്ല ചറുക്കലുണ്ട്. ഇനി ഇങ്ങനെയാണോ പോകേണ്ടത്? താഴെ ചോദിച്ചപ്പം അവർക്ക് ആർക്കും വഴി അറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്, KCBയുടെ പോസ്റ്റ് പോകുന്ന വഴിയെ ഞാൻ പോകാമെന്ന് വിചാരിച്ചു. അല്ലാതെ വേറെ വഴി, ഈശ്വരാ, ഇത്രയും നല്ല ഒരു സ്ഥലം എങ്ങനെ ആൾക്കാർ മുകളിലോട്ട് കയറി പോകുമെന്തോ. തിരുവനന്തപുരത്തെ മറ്റൊരു സ്പോട്ടാണ് തിരിച്ചിട്ട പാറ. നെടുമങ്ങാട് നിന്ന് വെമ്പായം പോകുന്ന റോഡ്. അവിടെ നിന്ന് താന്നിമൂട് ഒരു 2 കിലോമീറ്റർ മാറി വന്ന് കുത്തം കയറ്റമാണ്. കയറ്റം കഴിഞ്ഞ് ചെന്നെത്തുന്നത് തിരിച്ചിട്ടാപ്പാറ എന്നൊരു കിട്ടുന്ന സ്ഥലത്താണ്. പൊന്മുടി പോകുന്ന ആൾക്കാരും നെടുമങ്ങാട് പോകുന്ന ആൾക്കാരും ഈ ഒരു സ്ഥലമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നടക്കാനാണെങ്കിൽ ട്രക്കിംഗ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ്. പാറയുടെ മുകളിൽ എന്താണെന്ന് അറിയത്തില്ല. പാറയുടെ മുകളിലുള്ള കാഴ്ച അത്യാവശ്യം നല്ല കിതയ്ക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. വഴിയൊന്നും ക്ലിയർ അല്ല. അപ്പം നമ്മൾ താഴെയുള്ള ലോക്കൽസിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വഴി പറഞ്ഞു തരും. അപ്പോൾ ഏകദേശമൊക്കെ ടോപ്പിലെത്താറായെന്ന് തോന്നുന്നു. ഞായറാഴ്ചയുള്ള ക്ഷേത്രത്തിൽ വൈകിട്ട് മാത്രമേ പൂജയുള്ളതെന്ന് പറയുന്നത്. കറക്റ്റായിട്ട് അറിയില്ല. ഞായറാഴ്ചയായിട്ട് രാവിലെ എവിടെ പോകണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു സ്ഥലത്തിന് നോട്ട് കിട്ടിയത്. ഇപ്പോഴെന്തായാലും കണ്ട സ്ഥിതിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത്. ഇവിടെ ഇറങ്ങിയപ്പോഴാണെങ്കിൽ പുത്തൻ കാട്, ഒരു മനുഷ്യർ പോലും ഇല്ലേ പരിസരത്ത്. കണ്ടായിരുന്നോ? എന്തായാലും കുറച്ച് നേരം ഇന്ന വഴി ഇങ്ങനെയാണ്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നൊരു പിടിയുമില്ല. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഒരു ആരോ മാർക്കിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ? ശ്രീ മഹാ ആഞ്ജനേയ സ്വാമി ക്ഷേത്രം. അപ്പം ഇതാണ് അങ്ങോട്ടൊക്കെയുള്ള വഴി. ത്തിനും പ്ലാസ്റ്റിക് സോൺ ഏരിയ എന്ന് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സ്ഥലങ്ങളിലൊന്നും പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല. കാര്യം ഫുൾ കാടല്ലേ. നമ്മൾ ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി ഈ വഴി നടന്നു വേണം മുകളിലോട്ട് പോകാൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ബോർഡ് വഴിയപ്പോൾ ചേട്ടൻ പറഞ്ഞ് റിസ്ക്കാണ്, ചറുക്കാൻ ചാൻസ് ഉണ്ട്, നിങ്ങളിതിലേ പോകുന്നതിന് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞ്. ഇതാകുമ്പോൾ പാറയുടെ പകുതി വരെ വണ്ടി വരും. പിന്നെ അത്യാവശ്യം റിസ്ക് എടുത്ത് നടന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ മോനെ സ്ഥലം സൂപ്പറാണ്. പക്ഷേ റിസ്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ റിസ്ക്. ഈ മലയുടെ മുകളിൽ ഈ ക്ഷേത്രം കൊണ്ട് വെച്ച ആളെ സമ്മതിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണും പോലെയല്ല. തിരുവനന്തപുരം ടോട്ടലി കാണാം. ക്ഷേത്രത്തിൽ കയറാൻ പ്രത്യേകിച്ച് പടിയില്ല, പാറയിൽ കൂടെ തന്നെ. നല്ല ഷൂ ഇട്ടുകൊണ്ട് വരാൻ ശ്രമിക്കുക. തെന്നിക്കഴിഞ്ഞാൽ അഗാധമായ കൊക്കയിലേക്ക് ചെന്ന് പോകും. പിടിച്ച് കയറാൻ പോലും പ്രത്യേകിച്ച് വഴിയില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം പയ്യാണ് കയറുന്നത്. ഈ നിൽക്കുന്നതെല്ലാം മറ്റേ തക്കാളി മരങ്ങളാണ്. കണ്ടായിരുന്നു? തക്കാളി ചെടി. അപ്പോൾ ഏകദേശം ക്ഷേത്രത്തിൻ്റെ ടോപ്പിലെത്താറായി. ഇവിടെ ഒരു CCTV ഉണ്ട്. താഴെ കൂടെ ആരെങ്കിലും വരണം നോക്കാൻ വേണ്ടി CCTV അവർ താത്തി വെച്ചിരിക്കുകയാണ്. ഈ കാണുന്ന CCTV ആണ്. അപ്പോൾ ഇതാണ് കയറി വരുന്ന എൻട്രൻസ്. ഇതെല്ലാം താണ്ടി വേണം നമ്മൾ മുകളിലോട്ട് വരാൻ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ആഞ്ജനേയ സ്വാമിയുടെ ക്ഷേത്രമാണ് കാണുന്നത്. നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്തൊക്കെയുണ്ട്, എനിക്കിത് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഇവിടെ ഒരു കുളമുണ്ട്. നമ്മളെ ഫ്രണ്ടിൻ്റെ മുകളിൽ ഒരു കുളമുണ്ട്. ഒരിക്കലും പറ്റാത്തൊരു കുളം. അതാണ് ഈ കാണുന്നത്. അപ്പം ഈ കുളം ഒരിക്കലും പറ്റത്തില്ല. കാര്യം മലയുടെ മുകളിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതുവരെ മാറ്റിയിട്ടില്ല. ഈ കുളത്തിലേക്ക് വെള്ളം എടുക്കാൻ വേരുകളുണ്ടോ കുളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പാറയ്ക്കകത്ത് ചുറ്റും പാറയാൽ രൂപപ്പെട്ട സ്ഥലത്താണ് ഈ കുളം നിൽക്കുന്നത്. എൻ്റെ പൊന്നാശാനെ
തിരുവനന്തപുരത്ത് ഇത്രയും നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ളൊരു സ്ഥലം വേറെ ഉണ്ട്, ഇതും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ടോട്ടൽ കുറച്ചുകൂടെ വ്യൂ കാണാൻ പറ്റും. ക്ഷേത്രം വരുന്നത് അകത്താണെന്ന് തോന്നുന്നു. ഇവിടെ എന്തൊക്കെയോ ഒരു ചെറിയൊരു സംഭവം കാണുന്നത്, എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഇതിൻ്റെ മുകളിൽ ഈ അത്ഭുതങ്ങൾ ഒളിപ്പിച്ച് വെച്ച ആളെ സമ്മതിക്കണം. എന്നാലും വീണ്ടും തിരുവനന്തപുരം സിറ്റി കിടിലമായി കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ആരും മറക്കണ്ട, ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നാരും പോകത്തില്ല. അത്രയ്ക്ക് തിരക്ക് കുറഞ്ഞത് സമാധാനമായ ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഒരു വിളക്ക് കത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എത്ര കാറ്റത്തും വിളക്കണയത്തില്ല. ചുറ്റിലും ഗ്ലാസ്സൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ബോർഡൊന്നും വെച്ചിട്ടില്ല. നമ്മൾ ആദ്യം വന്ന സ്ഥലമാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് വരുന്ന ആൾക്കാർ അല്പം ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാൻ ശ്രമിക്കുക. നമ്മൾ താഴെ കാണുന്ന ക്ഷേത്രം, പിന്നെ ഇവിടെയൊക്കെ വഴികളാണ്. എങ്ങനെയൊക്കെ ആൾക്കാർ വരുന്നൊരു പിടിയുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഇത്രയും മനോഹരമായൊരു ക്ഷേത്രം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത്യാവശ്യം ട്രക്കിങ്ങും റിസ്ക് എടുത്ത് കയറാൻ പറ്റിയ ഒരു കിടില ക്ഷേത്രമാണ് ഞാൻ നിൽക്കുന്ന തിരുച്ചിട്ടാപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ആകർഷകമായി നമുക്കുള്ളത് ഒരു ഒരു കുളമാണ്. ഒരിക്കലും പറ്റാത്തൊരു കുളമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ട്രിവാൻഡ്രം സിറ്റി ടോട്ടലി വ്യൂ കാണാൻ പറ്റും നിങ്ങൾക്ക്. അത് മാത്രമല്ല വൈകുന്നേരങ്ങളിൽ കത്തിക്കുന്ന ഒരു വിളക്ക് വരെ ഉണ്ട്. കാറ്റ് തണയത്തില്ല, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും ലൊക്കേഷനും എന്തൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടോ, ഞാൻ പറഞ്ഞു തരാം. വൈകുന്നേരങ്ങളിൽ വരാൻ ശ്രമിക്കുക, അപ്പോഴേ ക്ഷേത്രം തുറക്കത്തുള്ളൂ. അല്ലാതെ രാവിലെ ഒന്നും വന്നിട്ട് ഒരു കാര്യമില്ല. അത്യാവശ്യം നല്ല വെയിലടിക്കുന്നുണ്ട്. ഞാൻ അകപ്പടെ തളർന്നു. കാര്യം കയറി ഒരു സ്റ്റെപ്പ് പോലും ഇല്ലാത്ത വഴിയാണ് ഞാൻ കയറി വന്നത്. ഇവിടെ അല്പം റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക്, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ വീഡിയോ ഒന്ന് വേറെ. എൻ്റെ മോനെ, വ്യൂ എന്ന് വെച്ചാൽ ഇതാണ് വ്യൂ. നിസ്സാരമായി നടന്ന് കയറിയപ്പോൾ കണ്ടതാ കിട്ടില്ല സ്ഥലം. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് പോകാൻ ശ്രമിക്കുക. തൊട്ടടുത്തൊരു ആഞ്ജനേയ സ്വാമിയുടെ ക്ഷേത്രവും ഒരു വിളക്ക് കത്തിക്കുന്ന ആരാധനയും എല്ലാം ഉള്ളൊരു കിടില സ്ഥലമാണ്. കമൻറ്റ് ഇട്ടോ, സ്ഥലം പറഞ്ഞു തരാം. തിരിച്ചിറങ്ങുന്നത് അത്യാവശ്യം ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. കാര്യം ഇവിടെ സ്റ്റെപ്പ് പോലുമില്ല, അതാണ് വലിയൊരു പ്രശ്നം. എന്തായാലും നമുക്ക് അത്യാവശ്യം റിസ്ക് എടുത്ത് തന്നെ താഴോട്ടിറങ്ങാം. അപ്പോൾ സൂക്ഷിച്ചിറങ്ങുക, കാലുമെല്ലാം സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴെ പോകും. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല ഒരു സ്റ്റെപ്പ് ചെയ്യാത്തത്. ഇത്രയും ഒരു ക്ഷേത്രത്തിൽ വരുന്ന എനിക്കൊന്നും ആൾക്കാർ വരാതിരിക്കത്തില്ല. അപ്പോൾ പിന്നെ വരുമ്പോൾ എന്തായാലും ആൾക്കാർ റിസ്ക് എടുത്തല്ലേ പറഞ്ഞത്. എനിക്ക് മഴ സമയത്തൊന്നും ഇവിടെ കയറാൻ പറ്റും തോന്നുന്നില്ല. ഇനി വേറെ വഴി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ ക്ഷേത്രത്തിൽ വരാൻ വേണ്ടി. ഇന്ന് ഞായറാഴ്ച കൊണ്ട് വൈകിട്ട് 4 മണിക്കാണ് നട തുറക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ തിരിച്ചിറങ്ങി പോകുന്ന ഒരു നമ്മൾ വന്ന റോഡാണ് ആ കാണുന്നത്. അത്യാവശ്യം പയ്യെ തന്നെ ഇറങ്ങിപ്പോവാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കണ്ടില്ലേ, നല്ല കയ്യോ കാലം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പ് ഇതുവരെ എന്തിനാണ് ഒരു സ്റ്റെപ്പ് ചോദിച്ച് വെച്ചിരിക്കണമെന്ന് അറിയത്തില്ല. ഇനി ചിലപ്പോൾ ഇവിടെ നിന്ന് കയറാൻ വേണ്ടി പാടുള്ളതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്യണം. ഒരു പിടിക്കാനൊരു കൈവരിയെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്തായാലും നമ്മൾ